സന്തോഷ് ഫിലിപ്പ് നന്ദിയാട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൂലയുടെ സെൻറ്റ് പോൾ CSI ഇടവകയുടെ ഈ വർഷത്തെ VBS 2-ാം തീയതി ആരംഭിച്ചു, 6-ാം തീയതി അവസാനിച്ചു. VBSൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് വന്നു
സക്കായി യേശുവെ കാണാൻ കാത്തിരിക്കുന്ന ഉള്ളം സക്കായി യേശുവെ വിളിച്ചോ സക്കായി വായോ യേശുവെ വിളിച്ചോ സക്കായി വായോ വേഗമിറങ്ങി സക്കായി യേശുവെ കണ്ടു വേഗമിറങ്ങി സക്കായി യേശുവെ കണ്ടു തകതിരി നഗമോ തകതിരി തെയ്യുമാരോ തകതിരി നഗമോ തകതിരി തെയ്യുമാരോ
ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടയച്ചു പോയി. ആ വഴിയായി ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോവുകയും അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ വഴിയമ്പലത്തേക്ക് കൊണ്ടുപോയി. ഈ മൂവരിൽ ഏവനാണ് ആ മനുഷ്യന് കൂട്ടുകാരനായി തീർന്നിരിക്കുന്നത്. അവനോട് കരുണ കാണിച്ചവൻ തന്നെ നീയും പോയി അങ്ങനെ ചെയ്യുക എന്ന് യേശു പറഞ്ഞു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ഒരുങ്ങി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചതേ ഇറങ്ങാവൂ. ഓക്കെ, അങ്ങനെ തീരുമാനം എടുക്കുമോ? തീർച്ചയായിട്ടും ഓക്കെ. അതുപോലെ എന്നും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പഠിക്കാൻ പറ്റി. അതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. അതിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചതിന് ഞാൻ ദൈവത്തിന് എന്നും നന്ദി പറയുന്നു. ഒരു രാത്രിയിൽ എനിക്ക് കറണ്ട് അടിച്ചതോടെ എൻ്റെ ജീവൻ പോയി. പകുതി ജീവൻ ഇല്ലാതായിരുന്നു. എൻ്റെ കൈയൊക്കെ കരിഞ്ഞു, പകുതി കരിഞ്ഞു പോയിരുന്നു. ഒരു ഉപയോഗശൂന്യമായ ശരീരം പോയായിരുന്നു. വെട്ടിയിട്ട എന്താ പറയുക ശരീരം പോലെ ഞാൻ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. എന്താ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ട് ആർക്കൊന്നും മനസ്സിലായില്ല എന്താ പറ്റിയെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങി. പലരും അറിഞ്ഞുപോലില്ല, പലരും തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കിടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യമാണ് ഞാൻ കറണ്ട് അടിച്ച് വീണപ്പോഴത്തേക്കും എൻ്റെ ജീവൻ പോയിരുന്നു. അപ്പോൾ ശ്വാസമില്ലായിരുന്നു, കണ്ണ് തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പ അടുത്ത് വന്നിട്ട് ദൈവമേ വെറുതെ വിളിച്ചിട്ട് തിരിച്ച് കിടത്തിയിട്ട് ഒരു അടി അടിച്ചു. അപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. അപ്പോഴാണ് ഞാൻ കണ്ണടക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അവർക്ക് ജീവൻ വീണത്. എന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് സീരിയസ് ആയിരുന്നു. വളരെ അത്ഭുതകരമായാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 2 കൈ കെട്ടിവെക്കാം, അറിഞ്ഞുകൂടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, നമുക്കത് കെട്ടിവെക്കാം, കുറച്ചാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. കുറച്ചാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ഈ ചൂണ്ടവരലിൻ്റെ പകുതി ഭാഗം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നശിച്ചു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മുറിച്ച് കളയുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ എൻ്റെ ഡോക്ടർ എൻ്റെ കൈ മുറിച്ചു. അങ്ങനെ എൻ്റെ കൈ പോയി പകുതി ചൂണ്ടവരൽ. അന്ന് പറഞ്ഞെന്തായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ഷോക്ക് അടിച്ചപ്പോൾ എൻ്റെ ഷോക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ജീവൻ പോയതായിരുന്നു. അന്ന് എൻ്റെ അപ്പ എന്നെ തിരിച്ചു കിടത്തി എന്നെ അടിച്ചില്ലായിരുന്നു. എന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. അതിനവസരം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ. അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ തോന്നും. പരീക്ഷ എന്താണെന്ന് അറിയാമോ? 1 മാസം കഴിഞ്ഞേ സ്കൂൾ ഫൈനൽ എക്സാം. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാം. ഓ, ഞാൻ കരുതി സ്കൂളിലെയാണെന്ന്. സൺഡേ സ്കൂൾ അല്ല, നിനക്ക് അറിയാമല്ലോ, അത് വെച്ചങ്ങ് എഴുതിയാൽ
പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യും. മമ്മി റിവിഷൻ കഴിഞ്ഞു, ഈ സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കും. അതെ, മോൻ അങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചു. കിഴക്കുന്നു വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞെന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അത് ആരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അത് എവിടെയാ പപ്പ? അത് ആ സിറിയൽ എങ്ങാണ്ടാണ് തോന്നുന്നു. നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തോ. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാനായി. എക്സാം അല്ലേ, ഒന്ന് വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ചു പോകും. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കും. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ട. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന്റെ ചാർജ് ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്, അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. ഇതുവരെ VBS സ്റ്റുഡൻ്റ് ആയിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ വരാൻ എനിക്ക് കഴിഞ്ഞു. കൊറോണയുടെ ഒരു പാൻഡമിക് ഉണ്ടായിരുന്ന സമയത്ത് മാത്രം മുടങ്ങിയെങ്കിലും ബാക്കിയെല്ലാ VBSനും വളരെ നന്നായി പങ്കെടുക്കാൻ പറ്റി. കുഞ്ഞിലെ മുതൽ VBS വരിക എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. എന്നാൽ വലിയ ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിനൊരു ചെറിയ മടിയൊക്കെ എല്ലാവർക്കും തോന്നുപോലെ എനിക്ക് തോന്നി തുടങ്ങി. പക്ഷേ ഇതിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും ഇതിൽ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇനിയൊരു സ്റ്റുഡൻ്റായിട്ട് ഇനി ഒരിക്കലും ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അടുത്ത വർഷം മുതൽ വോളണ്ടിയർ ആകാൻ പറ്റുമെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. ഏറെ സന്തോഷമുണ്ട്. മനസ്സിന് നൈർമല്യമുള്ള ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുകയും അതുപോലെ തന്നെ ബൈബിളിലെ വാക്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. പഠിപ്പിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വം ഞാൻ നല്ലതായി പ്രയോജനപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അതിന് അവസരം തന്ന ഡയറക്ടറായ കൊച്ചമ്മയെയും